ശ്രദ്ധിക്കണം. അത് മാതാപിതാക്കൾ ശ്രദ്ധിക്കണം. അവർ കുട്ടികളുടെ ഒരു പ്രഷർ ആവരുത്. ഇത്തവണ ചെയ്തില്ല, ഒരു തവണയും കൂടി ചെയ്ത് അവരുടെ കരിയർ നഷ്ടപ്പെട്ടു. ആ കുട്ടി ഒരു പക്ഷേ മൂന്നാമത്തെ അറ്റൻഡ് എത്തുമ്പോൾ ആ കുട്ടിക്ക് ആ സ്വപ്നം തന്നെ ഇല്ലാണ്ടായി. ഇപ്പോൾ നീറ്റ് എക്സാം എഴുതി റിപ്പീറ്റ് ചെയ്യാൻ പോകുന്ന ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട്. അവരോടൊക്കെ സാറിന് എന്താണ് പറയാൻ? എപ്പോഴും നിങ്ങൾ നീറ്റ് എഴുതണം. ഏത് രാജ്യത്തേക്ക് എവിടെ നിങ്ങൾ പഠിക്കാൻ പോകുന്നത്, ഞാൻ തജിക്കിസ്ഥാൻ എടുത്ത് പറയുന്നില്ല, ഏത് രാജ്യത്തോടെ നിങ്ങൾ നീറ്റ് എഴുതാൻ ശ്രമിക്കാം. നല്ല കാര്യമാണ്. നിങ്ങൾക്ക് ഇന്ത്യയിൽ ഒരു സീറ്റ് കിട്ടുകയാണെങ്കിൽ വിത്ത് അറൗണ്ട് യുവർ ഫാമിലിയിൽ നിങ്ങൾക്ക് അറിയാവുന്ന നിങ്ങൾ കംഫർട്ടബിൾ ആവുന്ന ലാംഗ്വേജ് പഠിക്കാൻ നോക്കുക, നല്ല കാര്യമാണ്. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങളുടെ ഏജ്, നിങ്ങളുടെ ഓപ്പർച്യൂണിറ്റി, നിങ്ങളുടെ ഫൈനാൻഷ്യൽ സിറ്റുവേഷനിൽ എത്ര കൊല്ലം നിങ്ങൾക്ക് ഇതിനൊരു എറർ ആൻഡ് ചെക്ക് മെത്തേഡ് ചെയ്യാൻ പറ്റും എന്നുള്ളത്. ഒരു കൊല്ലം നിങ്ങൾക്ക് റിപ്പീറ്റ് ചെയ്യാൻ വേണമെങ്കിൽ 2 കൊല്ലം ഒരു റിപ്പീറ്റ് സെഷനും കൂടി ആവാം. പക്ഷെ നിങ്ങൾക്ക് നിങ്ങളുടെ മെൻറ്റാലിറ്റി ഉണ്ടാവണം, ഞാൻ ഇങ്ങനെ വർഷങ്ങൾ ഇവിടെ കളയുന്നു, അത് എത്രയും പെട്ടെന്ന് ഞാൻ എൻ്റെ ഡെസ്റ്റിനേഷൻ അച്ചീവ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ നിങ്ങൾ കോൺഫിഡൻ്റ് ആണ്, നിങ്ങളുടെ അകത്ത് നിങ്ങൾക്ക് അടുത്ത തവണ ക്ലിയർ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഒരു ചാൻസ് കൂടെ കിട്ടിയാൽ ഡെഫിനറ്റ്ലി വീണ്ടും ട്രൈ ചെയ്യണം. കാരണം നിങ്ങളുടെ രാജ്യത്ത് നിങ്ങളുടെ ഫാമിലിനൊപ്പം നിൽക്കാൻ പറ്റുന്നൊരു സന്തോഷമുണ്ട്. ബട്ട് അതിനൊരു ലിമിറ്റ് നമ്മൾ തന്നെ സെറ്റ് ചെയ്യണം. ഞാൻ ഈ തവണയും നന്നായി ട്രൈ ചെയ്യും, ഇത് കിട്ടിയില്ലെങ്കിൽ എൻ്റെ MBBS എന്നുള്ള അതൊരു ഡ്രീം ആണെങ്കിൽ അത് ഡ്രോപ്പ് ചെയ്യണം ഞാൻ ഒരിക്കലും പറയില്ല. നിങ്ങൾ രാജ്യം സെലക്ട് ചെയ്യുക, പർസ്യൂ ചെയ്യുക ഡെഫിനറ്റ്ലി. അല്ലാണ്ട് 4 കൊല്ലം എഴുതി 5 കൊല്ലം എഴുതി കിട്ടിയില്ലെങ്കിൽ നാട് മാത്രമല്ല ഒരു ഓപ്ഷൻ, ഒരിക്കലും അല്ല. അതാണ് നമുക്ക് നാട്ടിൽ നിൽക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ 1 2 തവണ എഴുതുന്നതിൽ ഞാൻ ഒരിക്കലും മോശം പറയില്ല, നല്ല കാര്യമാണ്. കുട്ടികൾ ഒരിക്കലും ഒരു എക്സാമിന് നിരുത്സാഹപ്പെടുത്തരുത്. ബട്ട് അത് വളരെ കോൺഷ്യസ് ആയിട്ടുള്ളൊരു തീരുമാനമായിരിക്കണം. 5 കൊല്ലം 4 കൊല്ലം അതിൻ്റെ പുറകെ കളയേണ്ട ഒന്നല്ല. കാരണം അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ 4 കൊല്ലം കഴിഞ്ഞിട്ടും ഒരു 0 റിസൾട്ടിൽ നിൽക്കാം, സെയിം സ്കോറിൽ നിന്ന് നിങ്ങൾക്ക് അതിനൊരു പ്രയോജനം ഇല്ലെങ്കിൽ അത് നിങ്ങൾ ചിന്തിക്കണം. അത് മാതാപിതാക്കൾ ശ്രദ്ധിക്കണം. അവർ കുട്ടികളുടെ ഒരു പ്രഷർ ആവരുത്. ഇത്തവണ ചെയ്തില്ല, ഒരു തവണയും കൂടി ചെയ്ത് അവരുടെ കരിയർ നഷ്ടപ്പെട്ടു. ആ കുട്ടി ഒരു പക്ഷേ മൂന്നാമത്തെ അറ്റൻഡ് എത്തുമ്പോൾ ആ കുട്ടിക്ക് ആ സ്വപ്നം തന്നെ ഇല്ലാണ്ടായിരുന്നു. അതെ. സോ താങ്ക് യു ആനന്ദ് സർ ഫോർ ദിസ് വണ്ടർഫുൾ സെഷൻ.